ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷ്യ ടോട്ട് ബാഗ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോസി ആക്രിലിക്കാണ്, പിന്നെ 4mm ഹുക്കുമാണ് കേട്ടോ. സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് 2 ഫിംഗറിൽ എക്സ് ഷേപ്പിൽ നമ്മൾ യാണെന്ന് ചുറ്റിയതിന് ശേഷം അടിയത്തെ ഇതിൽ കൂടി നമ്മുടെ ഹുക്ക് കയറ്റിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇടാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബാഗിൻ്റെ ബോട്ടം ഭാഗമാണ്. ഇനി നമ്മൾ 55 ചെയിനാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം യാണൊന്ന് ചുറ്റിയതിന് ശേഷം ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയിനായി. ഇപ്പോൾ ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, ഇതേപോലെ നമ്മൾ 55 ചെയിനാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 55 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹുക്കുമെന്ന് സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വലിക്കുക. ഇപ്പോൾ ഹുക്കുമ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്രോഷ്യ ആവും. ഇനി ആ സിംഗിൾ ക്രോഷ്യ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലാ ചെയിനുമേലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരാണെങ്കിൽ ട്യൂട്ടോറിയൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ആ 54 സിംഗിൾ ക്രോഷ്യ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെയിൻ 1 ഇട്ട് കൊടുക്കാം. ചെയിൻ 1 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ സ്റ്റിച്ചസിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉള്ള ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെക്കൻഡ് റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ അവസാനത്തെ സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് റൗണ്ട് അവിടെ ഫിനിഷ് ആവട്ടോ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ചെയിനിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ 14 റൗണ്ട് ചെയ്തെടുക്കണം. അത് ചെയ്തിട്ട് കാണാം. പതിനാല് റൗണ്ട് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതേപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമ്മുടെ ഈ ഒരു സൈഡിൽ 14 റോ ഉള്ളത് കൊണ്ട് തന്നെ 14 സിംഗിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് റോയിലേക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ റോയിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ 14 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സൈഡ് 54 സിംഗിൾ ക്രോഷ്യ, അടുത്തത് 14 സിംഗിൾ ക്രോഷ്യ, പിന്നെയും 54 സിംഗിൾ ക്രോഷ്യ. നാല് സൈഡും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് മാർക്കറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് മാർക്കറുള്ള ചെയിനിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാഗിൻ്റെ ബോട്ടം ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ബാഗിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. ചെയിൻ 3 ചെയ്തിട്ട് 2 സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ
തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, പിന്നെയും ട്വിസ്റ്റ് ചെയ്തിട്ട് വലിക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കുമ്പം 3 ലൂപ്പുണ്ട്. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ വലിക്കുക, അപ്പോൾ സെക്കൻഡ് 2 ലൂപ്പ് കിട്ടും, പിന്നെ 2 ലൂപ്പിലൂടെ വലിക്കുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ചെയിനിൽ എഗെയിൻ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 2 ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടിയിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് തേർഡ് ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തൊട്ടടുത്ത ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അത് കഴിഞ്ഞാൽ ചെയിൻ 2, പിന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, പിന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഒരു റൗണ്ടും ഫുള്ളാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ റൗണ്ട് ഫുള്ളായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയാവും ചെയ്തിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ഹോളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ റൗണ്ട് ഫുള്ള് സിംഗിൾ ക്രോഷ്യയാണ്. ഫസ്റ്റ് ഹോളിൻ്റെ ഉള്ളിൽ കൂടി 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് അത് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ വരുന്നുണ്ട്. ആ 2 ഡബിൾ ക്രോഷ്യയിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെയും ഹോള് വരുന്നുണ്ട്. ആ ഹോളിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇതേപോലെ നമുക്ക് ഇത് ഫുള്ള് ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അവസാനം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പാറ്റേൺ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ റൗണ്ട്, പിന്നെ സിംഗിൾ ക്രോഷ്യയുടെ റൗണ്ട്, ഇതേപോലെ 16 പ്രാവശ്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് സ്ട്രാപ്പാണ് വരുന്നത്. ബോട്ടം സൈഡിൽ നിന്ന് ഏകദേശം സൈഡിൽ വരുന്ന ചെയിന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുവിൽ 8 എണ്ണം എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എവിടെ വെച്ചാണോ നമ്മൾ റൗണ്ട് സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ 1 ഇട്ടിട്ട് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ വരെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് മാർക്കർ വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ആ ഒരു ചെയിനുമല്ലും സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി സ്ട്രാപ്പിന് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ഒരു രീതിക്ക് ചെയിൻസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 110 ചെയിനാണ്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെയിൻ ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ 110 ചെയിൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴത്തെ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഹുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കുമ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. പിന്നെ എഗെയിൻ ലൂപ്പ് വലിച്ചിട്ട് ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയും വലിക്കുക. ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റിച്ച് മാർക്കർ എത്തുന്നത് വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ട്രാപ്പാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ചെയ്തത് എത്ര ചെയിനിലാണോ അത്രയും ചെയിനാണ് നമ്മൾ ഇടേണ്ടത്. നേരത്തെ ഞാൻ 110 ചെയിൻ ഇട്ടതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും 110 ചെയിനാണ് ഇടുന്നത്. ഒരു ചെയിൻ പോലും മാറരുത്, കാരണം അതിൻ്റെ ലെങ്ത്തിന് വ്യത്യാസം വരും. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു റൗണ്ട് തുടങ്ങിയത് എവിടെ നിന്നാണോ അവിടെ വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തോടത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ സ്ട്രാപ്പ് എത്തുന്നത് വരെ സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രാപ്പ് വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് ആ സ്ട്രാപ്പിൻ്റെ ഇടയിൽ ഒരു ചെയിൻ നമുക്ക് കാണാം, അതിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ സ്ട്രാപ്പും ഇതും വേറെ വേറെ ആയിട്ട് തോന്നിപ്പോവും. ഇനി ഈ സ്ട്രാപ്പിലുള്ള ഓരോ ചെയിനിലേക്കും നമ്മൾ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 110 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സൈഡിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലെത്തുമ്പോഴും ആ സ്ട്രാപ്പിൻ്റെയും സിംഗിൾ ക്രോഷ്യയുടെ ഇടയിൽ ഒരു ചെറിയൊരു ചെയിൻ കാണാം. ആ ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു കട്ടിങ് വരും. ഈ സ്ട്രാപ്പുമ്പോൾ ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു കുറച്ച് കട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ട്രാപ്പ് എത്തുന്നത് വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഇടയിലും ഒരു ചെറിയ ചെയിൻ കാണാം, അതിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ 110 ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇപ്പോൾ നമ്മൾ 110 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൗണ്ട് തുടങ്ങിയത് എവിടെയാണോ അവിടെ വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തു പോവാം. ഈ റൗണ്ട് തുടങ്ങിയ ഫസ്റ്റ് ചെയിനിലേക്ക് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ടും ഫുള്ളാക്കാം. ഈ റൗണ്ടും ലാസ്റ്റ്
റൗണ്ട് പോലെ തന്നെ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യ തന്നെയാണ് വരുന്നത്. സ്ട്രാപ്പ് വരെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്ട്രാപ്പ് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ട്രാപ്പ് എത്തുന്നത് വരെ ഒരു സിംഗിൾ ക്രോഷ്യ എല്ലാ ചെയിനിലും ചെയ്ത് കൊടുക്കാം. പിന്നെയും സ്ട്രാപ്പിൻ്റെ അവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ട്രാപ്പിൻ്റെ അവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ ഈ ഒരു റൗണ്ട് തുടങ്ങിയതിൻ്റെ അവിടെ വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് കാണാം. സോ ഫൈനലി നമ്മുടെ ബാഗ് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ആ യാണൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രോഷ്യ ടോട്ട് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡബിൾ കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതേപോലെ ഏതെങ്കിലും ക്രോഷ്യ ഐറ്റംസ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.